ആ, ഞാൻ തന്നെ ടീച്ചറിനെ കാണാൻ വന്നത്. ഞാൻ 9ൽ പഠിക്കുന്ന അശ്വതിയുടെ പാരന്റ് ആണ്. ടീച്ചർ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മാളവിക എന്ന് പറയുന്ന കുട്ടിയുടെ പാരന്റിനോട് എന്താ എന്റെ മോളെ കുറിച്ച് പറഞ്ഞത്? ടീച്ചറിന് ഓർമ്മയില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഓർമ്മിപ്പിക്കാം. അതായത് അശ്വതിയെ സ്വർണ്ണമിട്ട് കെട്ടിച്ചു വിടാൻ അശ്വതിയുടെ അമ്മയ്ക്ക് യോഗമില്ല എന്നൊരു വാക്ക് ടീച്ചർ ആ കുട്ടിയുടെ പാരന്റിനോട് പറഞ്ഞോ? ഇതാര് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം. ടീച്ചർ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ? ഞങ്ങളൊക്കെ മക്കളെ വളർത്തുന്നതേ അവരെ സ്വർണ്ണം ഇട്ട് കെട്ടിച്ചു വിടാനല്ല, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ഒരു നല്ല ജോലി വാങ്ങിക്കൊടുക്കുക, അവരെ നല്ല നിലയിൽ എത്തിക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അവർ തമ്മിൽ പ്രേമമാണ് ടീച്ചർ എങ്ങനെ അറിഞ്ഞത്? ഏതോ കുട്ടി ടീച്ചറിനോട് ഒന്ന് പറഞ്ഞു അല്ലേ? അതവിടെ ഇരിക്കട്ടെ. ടീച്ചർ ഈ കാര്യം ഹാൻഡിൽ ചെയ്ത രീതി എങ്ങനെയാ? മറ്റുള്ള ക്ലാസ്സിലെ പിള്ളേരെയും ആ ക്ലാസ്സിലെ കുട്ടികളെയും മറ്റുള്ള ടീച്ചേഴ്സിനെ എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് എന്റെ മോളെ എഴുന്നേപ്പിച്ച് നിർത്തി അവളെ നാണം കെടുത്തി അല്ലെ? അവളെ വല്ലാണ്ട് ടീച്ചർ ഇൻസൾട്ട് ചെയ്തു. ആ കുട്ടി അതിന് മനം നൊന്ത് പോയി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ടീച്ചർ ഏറ്റെടുക്കുമായിരുന്നോ? പിന്നെ സപ്പോർട്ട് ചെയ്യാതെ എന്റെ മോളെ ഞാൻ സപ്പോർട്ട് ചെയ്തോ പിന്നെ ടീച്ചർ ഒന്ന് സപ്പോർട്ട് ചെയ്യോ? പിന്നെ ഒരു കാര്യം കൂടെ, അവൾക്ക് പ്രായപൂർത്തിയൊക്കെ ആയി നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ സ്നേഹം അവൾക്കും ആ പയ്യനും അതുപോലെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിച്ചു കൊടുത്തോളാം. അത് സ്വർണ്ണമൊന്നും അല്ല കേട്ടോ. ഇതിന്റെ പേരിൽ ടീച്ചറിന് എന്റെ മോളോട് വൈരാഗ്യം വെക്കാനോ ദേഷ്യം കാണിക്കാനോ മാർക്ക് കുറയ്ക്കാനോ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവളെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കാനോ ഹ്യൂമിലിയേറ്റ് ചെയ്യാനോ ഒക്കെ ടീച്ചർ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മോളെ ഞാൻ ഇവിടുന്ന് സ്കൂൾ മാറ്റും. അത് മാത്രമല്ല, ഈ നാട്ടിൽ പോലീസ് നിയമവും കോടതിയൊക്കെ ഉണ്ടെന്നും കൂടി ടീച്ചർ ഒന്ന് ആലോചിക്കണം കേട്ടോ. ശരി ടീച്ചറെ, അപ്പൊ വേറെ ഒന്നുമില്ല.